പാസ്റ്റർ സാം കുമരകം, താങ്കൾ മലയാള സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. കഴിഞ്ഞ 30 വർഷമായി ദൈവത്തിൻ്റെ വേല ചെയ്തു. 30 മൈൽ കുറ്റി നടന്നു. ഇനിയും എത്ര നടക്കണമെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാവൂ. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം. പാസ്റ്റർ സാം, താങ്കളോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു, ദൈവത്തോടൊപ്പം താങ്കൾ ഉണ്ടായിരുന്നു. താങ്കളൊരു ബൈബിൾ വിദ്യാർത്ഥിയാണ്, വേദപുസ്തക വിദ്യാർത്ഥിയാണ്. ഗഹനമായിട്ട് പഠിക്കുന്നു, എന്നിട്ട് അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. വിശുദ്ധ നാട്ടിലേക്ക് പല പ്രാവശ്യം പോയി. വിശുദ്ധ നാടെന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്ത ചില മനുഷ്യരുണ്ട്. പക്ഷേ അതങ്ങനെ പറയുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ. കാരണം യേശു നടന്ന നാടാണ്. യേശു നടന്ന കല്ലുകളിലൂടെ തന്നെ നമുക്ക് നടക്കാനൊക്കെ അവിടെ ചെന്നാൽ അതിലെല്ലാം കൂടെ നടന്നിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ട് വിശാലമായിട്ട് പുസ്തകങ്ങൾ എഴുതാനും പറയാനും ഒക്കെ കർത്താവ് സഹായിച്ചു. താങ്കൾ മലയാള സഭയ്ക്ക് ഒരനുഗ്രഹമാണ്. മാത്രമല്ല, വടക്കേ ഇന്ത്യയിലെ പോകാത്ത സ്റ്റേറ്റുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആത്മഭാരമുണ്ട്. പൈസ ഉണ്ടാക്കാൻ പോയതല്ല വടക്കേ ഇന്ത്യ, പൈസ ചെലവാക്കാൻ പോയതാണ്. താങ്കളെ ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ. കൂടുതൽ സ്ഥലങ്ങളിൽ പോകുവാൻ, കൂടുതൽ ദേശങ്ങളിൽ പോകുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നല്ലൊരു ഭർത്താവിനെ, നല്ലൊരു അപ്പനെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മകനെ, മകളെ, നിങ്ങളുടെ അപ്പനെ അനുസരിച്ച് ജീവിക്കുക. മാത്രമല്ല, പാസ്റ്റർ സാം, ഇതാ ഞാനൊരു ദൂത് പറയുകയാണ്. പ്രാർത്ഥിച്ചിട്ട് പറയുകയല്ല, ഒരു ഉപദേശമായിട്ട് വരികയാണ്. 1 ശമൂവേൽ 18:14. ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും, സകല വഴികളിലും വിവേകത്തോടെ നടന്നു. ബുദ്ധിയോടെയല്ല, വിവേകത്തോടെ നടന്നു. ഇതുവരെ നടന്നത് ശബാഷ്. ഇനിയും നടക്കുന്നതും വിവേകത്തോടെ ആയിരിക്കട്ടെ. ദാവീദ് അങ്ങനെ നടന്നത് കാരണം യഹോവ അവനോടുകൂടി ഉണ്ടായിരുന്നു. കർത്താവ് യഹോവ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ത്രിയേക ദൈവം അങ്ങയോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, അങ്ങോട്ട് ചേർന്ന് നടക്കട്ടെ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.